ഹായ് ഫ്രണ്ട്സ്, ഇന്ന് KYCയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. KYCയുടെ ഡെഫിനിഷൻ നോക്കാം. KYC means a process by which banks and financial institutions verify the identity of their customers to prevent money laundering, fraud and illegal activities. KYC കൊണ്ട് മീൻ ചെയ്യുന്നത് ബാങ്കുകളും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരുടെ കസ്റ്റമേഴ്സിനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു പ്രക്രിയയാണ് KYC എന്ന് പറയുന്നത്. ഇത് ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസിനെയും ഫ്രോഡുകളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ബാങ്ക്സിനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It ensures that services are not misused for terrorist financing, black money or binary transactions. ഒബ്ജക്റ്റീവ്സ് ഓഫ് KYC നോക്കാം. ഫസ്റ്റ് വൺ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ. കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷനിൽ വരുന്നതാണ് നെയിം, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത് എക്സെട്ര. സെക്കൻഡ് വൺ ആണ് പ്രിവെൻറ്റിംഗ് മണി ലോണ്ടറിങ്, എന്ന് വെച്ചാൽ കള്ളപ്പണ ഇടപാടുകൾ തടയുക. തേർഡ് വൺ എൻഷുറിങ് ട്രാൻസ്പെറൻസി ഇൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ഫോർത്ത് വൺ പ്രൊട്ടക്റ്റിംഗ് ബാങ്ക്സ് ഫ്രം ബീയിങ് യൂസ്ഡ് ഫോർ ഇല്ലീഗൽ പർപ്പസ്. ബാങ്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്തിൽ നിന്ന്, ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ബാങ്കുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും KYCയിലെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ KYCക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്? അത് 2 കാറ്റഗറീസ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് കാറ്റഗറി പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്, POI. POI സ്റ്റാൻഡ് ഫോർ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആധാർ കാർഡ്, പാൻ കാർഡ്, വോട്ടർ ID, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, ഇവയൊക്കെയാണ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി കാറ്റഗറീസിൽ പെടുന്നത്. സെക്കൻഡ് കാറ്റഗറി പ്രൂഫ് ഓഫ് അഡ്രസ്, POA സ്റ്റാൻഡ് ഫോർ പ്രൂഫ് ഓഫ് അഡ്രസ്. അതിൽ വരുന്നത് ആധാർ കാർഡ്, പാസ്പോർട്ട്, യൂട്ടിലിറ്റി ബിൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി, ടെലിഫോൺ, ഗ്യാസ്. പിന്നെ വേണ്ടത് റേഷൻ കാർഡാണ്. ടൈപ്പ് ഓഫ് KYC നോക്കാം. ഫസ്റ്റ് വൺ നോർമൽ KYC ആണ്, സാധാരണയായിട്ടുള്ള KYC. ഫുൾ വെരിഫിക്കേഷൻ വിത്ത് ഓൾ ഡോക്യുമെൻറ്റ്സ്, എല്ലാ ഡോക്യുമെൻറ്റ്സും വേണം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് എന്ന് പറയുന്നത് KYC ആണ്, ആധാർ ബേസ്ഡ് ഇലക്ട്രോണിക് വെരിഫിക്കേഷൻ ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് വീഡിയോ KYC ആണ്, അഥവാ VCIP. കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ ത്രൂ ലൈവ് വീഡിയോ കോളിലൂടെ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് വീഡിയോ KYC അല്ലെങ്കിൽ VCIP എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ്. ഇൻ 2020 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നാലാമത്തെ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് KYC അഥവാ സ്മോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. ഫോർ ഫിനാൻഷ്യൽ ഇൻക്ലൂഷന് വേണ്ടിയിട്ടാണ്, വിത്ത് റിലാക്സ്ഡ് റൂള്, സാധാരണ അല്ലെങ്കിൽ ലളിതമായ റൂൾസാണ് ഇതിന് ഉള്ളത്. KYC നോംസ് ഇൻ ഇന്ത്യയിലെ KYC ചട്ടങ്ങളെക്കുറിച്ച് നോക്കാം. ഗവേൺഡ് ബൈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് PMLA 2002. 2002 പ്രകാരം കള്ളപ്പണം തടയാമെന്ന നിയമമാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ റെഗുലേറ്റഡ് ബൈ RBI ഫോർ ബാങ്ക്സ്. ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. CKYCR സെൻട്രൽ KYC റെക്കോർഡ് രജിസ്ട്രി. സിംഗിൾ സെൻട്രൽ ഡേറ്റാബേസ് ഓഫ് KYC ഡീറ്റെയിൽസ് ആണ്. കസ്റ്റമേഴ്സിൻ്റെ വിവരങ്ങളുടെ ദേശീയ ഡാറ്റാബേസ് ആണ് സെൻട്രൽ KYC റെക്കോർഡ് രജിസ്ട്രി അല്ലെങ്കിൽ CKYCR എന്ന് പറയുന്നത്. പീരിയോഡിക് KYC അപ്ഡേറ്റ് RBI റൂൾസ് പ്രകാരം KYC അപ്ഡേറ്റിനെ കുറിച്ച് നോക്കാം. ഹൈ റിസ്ക് കസ്റ്റമേഴ്സിന് എവരി 2 years, 2 വർഷത്തിലൊരിക്കൽ ഹൈ റിസ്ക് കസ്റ്റമേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ് എവരി 8 years, അവർ 8 വർഷത്തിൽ ഒരിക്കൽ മീഡിയം റിസ്ക് കസ്റ്റമേഴ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ലോ റിസ്ക് കസ്റ്റമേഴ്സ് എവരി 10 years. സാധാരണ റിസ്ക് ഉള്ളവർ 10 വർഷത്തിൽ ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, KYC ഗൈഡ്ലൈൻസ് ആർ ഇഷ്യൂഡ് അണ്ടർ വിച്ച് ആക്ട് ഇൻ ഇന്ത്യ? KYC ഗൈഡ്ലൈൻസ് ഇഷ്യൂ ചെയ്തത് ഇന്ത്യയിൽ വന്ന ഏത് ആക്ടിൻ്റെ കീഴിലാണ്? ഓപ്ഷൻ എ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. ഓപ്ഷൻ ബി RBI ആക്ട് 1934. ഓപ്ഷൻ സി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. ഓപ്ഷൻ ഡി കമ്പനീസ് ആക്ട് 2030. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002.
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് KYC ഈസ്. KYCയുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടു ഇൻക്രീസ് ബാങ്ക് പ്രോഫിറ്റ്സ്, ഓപ്ഷൻ ബി ടു വെരിഫൈ കസ്റ്റമേഴ്സ് ഐഡൻറ്റിറ്റി ആൻഡ് പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്, ഓപ്ഷൻ സി ടു ഗീവ് ലോൺ ഈസിലി, ഓപ്ഷൻ ഡി ടു മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ്സ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ടു വെരിഫൈ കസ്റ്റമർ ഐഡൻറ്റിറ്റി ആൻഡ് പ്രിവെൻറ്റ് മണി ലോണ്ടറിങ്. Question number 3. Which of the following is not a valid proof of identity under KYC? KYCയുടെ കീഴിൽ ഐഡൻറ്റിറ്റി അല്ലാത്ത പ്രൂഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആധാർ കാർഡ്, ഓപ്ഷൻ ബി പാൻ കാർഡ്, ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി ബിൽ, ഓപ്ഷൻ ഡി പാസ്പോർട്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ഇലക്ട്രിസിറ്റി ബിൽ. Question number 4. The Aadhaar-based paperless KYC process is known as. ആധാർ ബേസ്ഡ് പേപ്പർലെസ് KYC ആ പ്രക്രിയയെ എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ eKYC, ഓപ്ഷൻ ബി vKYC, ഓപ്ഷൻ സി mKYC, ഓപ്ഷൻ ഡി SKYC. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, eKYC. Question number 5. In which year was the Prevention of Money Laundering Act PMLA enacted in India? ഇന്ത്യയിൽ PMLA ആക്ട് ഇനാക്ട് ചെയ്ത ഇയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1999, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 2002, ഓപ്ഷൻ ഡി 2005. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 2002ലാണ് PMLA ആക്ട് ഇനാക്ട് ചെയ്തത് ഇന്ത്യയിൽ. Question number 6. Which organization regulate KYC guidelines for bank in India? Option A Ministry of Finance, option B SEBI, option C RBI, option D NABARD. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, RBI ആണ് KYCക്ക് വേണ്ട ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുന്നത്. Question number 7. What is the full form of CKYCR? CKYCRൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെൻട്രൽ നോ യുവർ കസ്റ്റമേഴ്സ് രജിസ്ട്രേഷൻ, ഓപ്ഷൻ ബി സെൻട്രൽ KYC റെക്കോർഡ് രജിസ്ട്രി, ഓപ്ഷൻ സി കസ്റ്റമർ KYC രജിസ്ട്രേഷൻ സെൻറ്റർ, ഓപ്ഷൻ ഡി കോപ്പറേറ്റീവ് KYC റെക്കോർഡ് റൂം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, സെൻട്രൽ KYC റെക്കോർഡ് രജിസ്ട്രി. Question number 8. Periodic KYC update for low-risk customers is required once every. Option A 2 years, option B 5 years, option C 8 years, option D 10 years. ലോ റിസ്ക് കസ്റ്റമേഴ്സിന് KYC അപ്ഡേറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 10 ഇയർ. 10 വർഷത്തിലൊരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്താൽ മതി അവർക്ക്. Question number 9. Which type of account has simplified KYC norms to promote financial inclusions? Option A NRI accounts, option B small accounts, option C current accounts, option D fixed deposit accounts. Option B ആണ് correct answer, small accounts. Question number 10. Video-based customer identification process introduced by RBI in 2020 is known as. RBI 2020 ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സ്. അത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ vKYC or vCIP, ഓപ്ഷൻ ബി സ്മാർട്ട് KYC, ഓപ്ഷൻ സി ബയോ KYC, ഓപ്ഷൻ ഡി ക്വിക്ക് KYC. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, vKYC ഓർ vCIP. വീഡിയോ ബേസ്ഡ് കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണിത്.